ശ്രീ ജലീൽ പുനലൂർ, ഈ മതേതര നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോഴും നമ്മൾ അടുത്ത കാലത്ത് കണ്ടതാണ്, അത് മറ്റൊരു വിഷയമാണ്. ഹരിപ്പാടുള്ള സാവരിയ വസന്ത എന്ന് പറയുന്ന ഒരു മെഡിക്കൽ വിദ്യാർത്ഥിനി മതം മാറാത്തതിന്റെ പേരിൽ ആ വിദ്യാർത്ഥിനിയെ കൊല്ലാക്കൊല ചെയ്തത് നമ്മൾ കണ്ടതാണ്. അവിടെ അവരുടെ വീട്ടിൽ ആശ്വാസവാക്കുകളുമായി എത്ര ഇടതുപക്ഷ നേതാക്കൾ പോയി. അപ്പോൾ പിന്നെ എന്ത് മതേതരത്വവാദമാണ് നിങ്ങൾക്കുള്ളത്? അപ്പോൾ നിങ്ങൾ ഈ ചില മതങ്ങളെ മാത്രം ഭയപ്പെടുന്നു, ചിലർക്കെതിരെ എന്തും പറയാം, ചില മതങ്ങളെ നിങ്ങൾ ഭയപ്പെടുന്നു, അങ്ങനെയല്ലേ? നോക്കൂ, സാവരിയ വസന്തിൻ്റെ വിഷയത്തിലും അവിടെ നിന്ന് 30 കിലോമീറ്റർ അകലെയുള്ള അടൂരിലെ ഏഴംകുളത്തെ ഷഹാനയുടെ വിഷയത്തിലും ഹൃദയസ്പർശിയായ ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതി നിരന്തരം അതിനെതിരായിട്ട് സാമൂഹ്യ ബോധമുയർത്തിയ ഒരാളാണ് ഞാൻ. ശ്രീ ജലീൽ പുനലൂരിനെ വ്യക്തിപരമായി പറഞ്ഞല്ല, ഇടതുപക്ഷത്തിന്റെ പൊതുവായ നിലപാടാണ്. ഇടതുപക്ഷ പ്രതിനിധി എന്നുള്ള നിലയിൽ എനിക്ക് വളരെ കൃത്യമായിട്ട് പറയാം, ഇത്തരം സംഭവങ്ങളെ മുൻവിധിയോടുകൂടി അല്ലാതെ നമ്മൾ എതിർക്കപ്പെടേണ്ടതാണ്. സാവരിയ വസന്തിൻ്റെയും ഷഹാനയുടെയും കൊലപാതകങ്ങൾ, രണ്ടും കൊലപാതകങ്ങളാണ്. ആ 2 കൊലപാതകങ്ങളും കേരളത്തിൻ്റെ സാമൂഹിക മനസ്സാക്ഷിയുടെ മേൽ ഏറ്റ ഏറ്റവും വലിയ അപകടകരമായ ഒരു മുറിവാണ്. അതിനെ തിരുത്തപ്പെടേണ്ടതാണ്. അത് തിരുത്തപ്പെടാൻ ജാതിയുടെയും മതത്തിന്റെയും ചായം പൂശാതെ. അതാണ് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കണം. അരുൺ മോഹനിലേക്ക് പോയിട്ട് ചർച്ച അവസാനിപ്പിക്കാം. അശോക് കുമാർ, സമയപരിമിതിയുണ്ട്, ക്ഷമിക്കുക, സമയപരിമിതിയുണ്ട്. അരുൺ മോഹൻ, ഒറ്റ കാര്യം, ഈ നിലവിളക്കിന്റെ വിഷയത്തിൽ തന്നെ നമുക്ക് അവസാനിപ്പിക്കാം. നിലവിളക്ക് കൊളുത്തുന്നത് അടക്കമുള്ള അല്ലെങ്കിൽ ഇതേപോലെ പൊതുസമൂഹം അംഗീകരിക്കുന്ന ചടങ്ങുകൾ മന്ത്രിമാരെ പോലെയുള്ളവർ, ജനപ്രതിനിധികൾ അത് നിഷേധിക്കുമ്പോൾ അതിനെതിരെ പൊതുസമൂഹം ഉണർന്നു വരേണ്ടതല്ലേ? ആ വേദിയിൽ തന്നെ പ്രതിഷേധങ്ങൾ ഉയർത്തേണ്ടതല്ലേ ശ്രീ അരുൺ മോഹൻ? 100% ഈ വിഷയങ്ങളിൽ രാഷ്ട്രീയം നോക്കാതെ, മതം നോക്കാതെ കൃത്യമായ നിലപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതേപോലെ തന്നെ പൊതുസമൂഹം ഉയർത്തേണ്ടത് തന്നെ. തീവ്ര ഇസ്ലാമിക നിലപാടുകൾ ഇരിക്കുന്ന സംഘടനകളും ഇതും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്ന് ഓരോ ദിവസവും വരുന്ന വാർത്തകൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഒരുപക്ഷെ ജനപ്രാതിനിധ്യ നിയമം 33% സ്ത്രീ സംവരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇത്തരത്തിൽ നിയമപരമായി ഭരണഘടനാപരമായി നടപ്പിലാക്കപ്പെട്ടത് മാത്രമാണ് ഈ തരത്തിൽ ഫാത്തിമ തന്നെ പോലെ ആണെങ്കിൽ ഒരു MLA ആയി വരാൻ കഴിഞ്ഞെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്നതാണ് ലീഗിനെ പോലെയുള്ള സംഘം തുറന്നു കാട്ടപ്പെടുന്നത്. വളരെ വ്യക്തമാണ്. തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതർഗമയ എന്നുള്ള നമ്മുടെ ഭാരതീയമായ വാക്യം തന്നെയാണ് ഇതിന് മറുപടി. നിലവിളക്ക് കൊളുത്താതെ പൊതുസമൂഹം അംഗീകരിക്കുന്ന പൊതുചടങ്ങിൽ ആ ചടങ്ങ് പോലും നിർവഹിക്കാതെ മുന്നോട്ട് വരുന്ന ജനപ്രതിനിധികൾ, അതേത് രാഷ്ട്രീയ പാർട്ടി ആയാലും, അവരെ പൊതുസമൂഹം എതിർക്കണമെന്ന് തന്നെയാണ് നമ്മുടെ പൊതുവായ നിലപാട്. നമ്മുടെ ഇന്നത്തെ ജനം ഡിബേറ്റ് ചർച്ച ചെയ്തതും ഈ വിഷയമാണ്. വിളക്ക് കൊളുത്താത്ത മതേതരത്വം എന്നുള്ളതാണ്.